കർണാടകയിലെ ഷിലൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ബംഗളൂരിൽ നിന്ന് റഡാർ എത്തിച്ച് ലോറി കിടക്കുന്ന സ്ഥലം പരിശോധിക്കും. പ്രദേശത്ത് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ 5:30 പുനരാരംഭിക്കുമെന്നും അറിയിച്ചെങ്കിലും വൈകിയാണ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചും തെരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു. എന്നാൽ മേഖലയിൽ മഴ ശക്തമായി പെയ്തതോടെ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യത ഭയന്ന് തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിച്ചു. ഇന്ന് NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നീ സംഘങ്ങൾ ശക്തമായി തെരച്ചിൽ നടത്തുകയാണ്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകട സ്ഥലത്തേക്ക് കൊണ്ടുവരിക. GPS പോയിന്റ് കേന്ദ്രീകരിച്ച് റഡാറിന്റെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുന്നത്. ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പും നടത്തും. അപകടം നടന്ന ലോറിയിലേക്ക് എത്താൻ 100 മീറ്റർ കൂടി മണ്ണ് നീക്കേണ്ടി വരും. അതേസമയം കേരളത്തിൽ നിന്നുള്ള MVI സംഭവസ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ലെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. SP എത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് പോലീസ്. തുടർന്ന് കേരള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മടങ്ങി. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. വിശദാംശങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തായാലും വളരെ വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യ 2 ദിവസങ്ങളിൽ, ആദ്യത്തെ 48 മണിക്കൂറിൽ മണ്ണിടിച്ചിലുണ്ടായി 48 മണിക്കൂറിൽ കാര്യമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു തെരച്ചിലും രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന പരാതിയും ആരോപണവും എന്തായാലും കുടുംബം ഉന്നയിക്കുന്നുണ്ട് അർജുൻ്റെ. ഇപ്പോഴാണ് കേരള സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പോൾ 3-ാം ദിവസം മുതൽ കാര്യക്ഷമമായ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ഇതുവരെയും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലോറി കിടക്കുന്ന ഭാഗം റഡാർ ഉപയോഗിച്ച് ഇന്ന് കൃത്യമായി അടയാളപ്പെടുത്തി അവിടെ നിന്ന് മണ്ണ് നീക്കി വേണം അദ്ദേഹത്തെ കണ്ടെത്താൻ. എന്തായാലും അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ വളരെ ദുഷ്കരമാണ് ഇനിയുള്ള കാര്യങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയുള്ള തിരച്ചിലാണ്. എത്രത്തോളം ദുഷ്കരമായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ? ആരോമൽ, സമാനതകളില്ലാത്ത രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ അർജുനെ കണ്ടെത്താനായി അവിടെ ഷിരൂരിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിലേക്കും പ്രത്യേകിച്ച് കർണാടക സർക്കാരിലേക്ക് നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയും ചെയ്തത്. ഇന്നലെ ഏതാണ്ട് രാത്രി 10 മണിവരെ രക്ഷാദൗത്യം അത് തുടരുന്ന ഒരു ഘട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടാവുകയും ചെയ്തു. നാവികസേന, NDRF, SDRF, ഫയർഫോഴ്സ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ പ്രധാനമായും തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അർജുനെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായി നടക്കുകയാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അർജുൻ ലോറിയുമായി ഉള്ള സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 100 മീറ്ററോളം രീതിയിൽ അവിടെ നിന്ന് മണ്ണ് മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ഈ ലോറി എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. അത്യാധുനിക റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ ഇപ്പോൾ തിരച്ചിൽ നടക്കുകയും ചെയ്യുന്നതെന്നതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരകന്നഡ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഉത്തരകന്നഡ SP-യും ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കാനായി അവിടെ ഇപ്പോൾ നിലവിലുണ്ട്. കർണാടക മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രി, മംഗൾ വൈദ്യ എന്ന് പറയുന്ന മന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. HD കുമാരസ്വാമി രാവിലെ 11 മണിയോടുകൂടി എത്തുകയും ചെയ്യും. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് അവിടെ രക്ഷാദൗത്യം പ്രധാനമായും തന്നെ നടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൻ്റെ GPS ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ആ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നില്ല. കാരണം ഇടവിട്ട് അവിടെ പ്രതികൂല കാലാവസ്ഥയും ഒപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടവിട്ട് പെയ്യുന്ന മഴയും ഈ പ്രതികൂല കാലാവസ്ഥയുമാണ് രക്ഷാദൗത്യത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഈർപ്പമുള്ള മേഖലകളിൽ പോലും മണ്ണിൽ പുതഞ്ഞിരിക്കുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളെയോ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ ഈ വാഹനം ഇത്തരത്തിൽ മണ്ണിൽ പുതഞ്ഞിട്ടുണ്ടെങ്കിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ എത്രയും വേഗത്തിൽ കഴിയുമെന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും റഡാർ സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. മണിക്കൂറുകൾ പിന്നിടുകയാണ് അർജുനെ കാത്ത് അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഏതായാലും കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ. ഇത്തരത്തിൽ
ജൂലൈ 8-നാണ് കാർവാറിലേക്ക് തടികയറ്റിയ ലോറിയുമായി പോകുന്നത്. തിരികെ ജൂലൈ 15-ന് അവിടെ നിന്ന് പുറപ്പെടുന്നു. അപകടമുണ്ടായത് ദേശീയപാത 66-ൽ ഉത്തര കന്നഡ ജില്ലയിലെ ശിരൂരിലാണ്. അപകടമുണ്ടാകുന്ന ദിവസം അത് ജൂലൈ 16-ന് രാവിലെ 8:49 കൂടിയാണ്. കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ വരെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ പോലീസും മറ്റു വിഭാഗങ്ങളും അന്വേഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. സൈബർ സെല്ലിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ കളക്ട് ചെയ്താണ് ഈ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ജൂലൈ 16-ന് രാവിലെ 8:49 അർജുൻ സഞ്ചരിച്ച ട്രക്കിൻ്റെ അത് ഓഫാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വേളയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് ട്രക്ക് ഓണായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ട്രക്കാണ്. സാധാരണഗതിയിൽ അർജുൻ ഇങ്ങനെ ഇതര സംസ്ഥാനത്തേക്ക് തടികയറ്റിയ ലോറിയുമായിട്ടൊക്കെ തന്നെയും പോകുന്നത് അത് നിരന്തരം ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അത്യാധുനിക സംവിധാനമുള്ള ട്രക്കായതിനാൽ തന്നെ അതിനുള്ളിൽ മറ്റ് ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുനെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഷിരൂർ എന്ന് പറയുന്ന മേഖല അത് ഒരു കുന്നിൻ പ്രദേശമൊക്കെ തന്നെയുമാണ്. കാരണം ഈ സാധാരണഗതിയിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ തന്നെയും ഉണ്ടാകുന്ന മേഖലയാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഈ തിരികെ കാർവാറിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും അർജുൻ സഞ്ചരിച്ച ലോറിക്ക് മുകളിലേക്ക് മൺകൂന പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായി തന്നെ നടന്നിരുന്നു. കാരണം ഒരു വശത്ത് ഗംഗാവലി പുഴ സ്ഥിതി ചെയ്യുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ അതിൻ്റെ ആ ചരിവിലൂടെ ദേശീയപാത വരുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ ഒരു സൈഡിൽ കുന്നും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും നേരിടുകയും ചെയ്തിരുന്നു. നടുക്ക് ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മണ്ണ് മാറ്റാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം രണ്ട് ഭാഗത്ത് ഇടതുഭാഗത്തും വലതുഭാഗത്തു നിന്നുള്ള മണ്ണ് പൂർണ്ണമായും നീക്കിയ ശേഷം മാത്രമേ നടുക്കുള്ള ഭാഗത്ത് നിന്ന് മണ്ണ് മാറ്റാൻ കഴിയുകയുള്ളൂ. കാരണം നടുക്കുള്ള ഭാഗത്തു നിന്നുള്ള മണ്ണ് അത് എത്രയും വേഗം മാറ്റിക്കഴിഞ്ഞാൽ മറുഭാഗം കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മണ്ണിടിച്ചിൽ വീണ്ടും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമം അത് തീവ്രമായി ഊർജിതമായി തന്നെ നടക്കുകയാണ്. അതിൻ്റെ ഒരു മികച്ച രക്ഷാപ്രവർത്തന ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയും ചെയ്യുകയാണ്. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പ്രതികരിച്ചത് 5 ദിവസത്തോളമായി അർജുനെ കാണാതായിട്ട് എത്രയും വേഗം മകനെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബത്തിന് പ്രധാനമായും തന്നെ ഉള്ളത്. അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് രാവിലെ ലഭ്യമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം കേരളം കൈകോർത്ത് പിടിക്കുന്ന മണിക്കൂറുകൾ ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്കതീതമായി അല്ലെങ്കിൽ ദിവസങ്ങൾക്കതീതമായിട്ടുള്ള രീതിയിൽ കൈമെയ് മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണ്. കാരണം അർജുനെ കാണാതായ ആ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അർജുനെ ഈ ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ആ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ കണ്ടെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു പ്രതികരണം അർജുൻ്റെ സുഹൃത്തും അർജുൻ്റെ ഭാര്യയുടെ സഹോദരനും ഒക്കെ തന്നെയും നടത്തിയിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമല്ലായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വന്ന ശേഷമാണ് കർണാടക സർക്കാർ ഇതിനകത്തൊരു പ്രത്യേക ഇൻവോൾവ്മെൻ്റ് എടുക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്ന വേള ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അത്യാധുനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയത്. പിന്നാലെ നാവികസേനയും NDRF-ഉം SDRF-ഉം ഉൾപ്പെടെയുള്ള സംഘങ്ങളെത്തി തിരച്ചിൽ നടത്തുന്ന ഘട്ടമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹം കാസർഗോഡ് ജില്ലാ കളക്ടറെയും കോഴിക്കോട് ജില്ലാ കളക്ടറെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപന ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. അവിടെ ഒരു കാസർഗോഡ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിലെ MVD എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിലെ 3 ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി അയക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ മന്ത്രി KB ഗണേഷ് കുമാർ പ്രധാനമായും തന്നെ പറഞ്ഞത് ഈ ലോറി പുഴയിൽ വീണിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം
കാരണം ഈ SDRFും NDRFും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ ലോറി പുഴയിൽ വീണിരിക്കാനുള്ള സാധ്യതയുണ്ട്, ആദ്യഘട്ടത്തിൽ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ പിന്നീടുള്ള അനുമാനത്തിനാണ് ലോറി പുഴയിൽ വീണിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും മന്ത്രി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ലോറി പുഴയിൽ വീണിരിക്കാനുള്ള സാധ്യത തള്ളാതെയായിരുന്നു കളക്ടറുടെ പ്രതികരണം. റഡാർ സംവിധാനം ഉപയോഗിച്ച് പുഴയിലും ഒരുപോലെ തന്നെ ഈ മൺകൂനയിലും തിരച്ചിൽ നടത്തുമെന്നുള്ള കാര്യമാണ് കളക്ടറും വ്യക്തമാക്കിയത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ASP നാരായണയും വ്യക്തമാക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം അത് പൂർണ്ണമായും ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് പ്രധാനമായും തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഷിരൂർ മേഖല എന്ന് പറയുന്നത് ഉത്തര കന്നഡ പ്രദേശമാണ്. അങ്കോല എന്ന് പറയുന്ന സ്ഥലം, അങ്കോലയിൽ നിന്ന് ഈ ഷിരൂർ വഴിയാണ് പിന്നീട് മൂകാംബികയിലൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കർണാടകയിലേക്ക് തടികയറ്റി പോകുന്ന ലോറി ഡ്രൈവർമാർ ഇതുവഴി സാധാരണഗതിയിൽ പോകാറുണ്ട്. മറ്റ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്ന വഴി കൂടിയാണ്, ദേശീയപാത കൂടിയാണ്. ദേശീയപാതയ്ക്ക് വേണ്ടി അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മണ്ണെടുത്തതാണ് ഇത്തരമൊരു അപകടം വിളിച്ചു വരുത്തിയത്, ക്ഷണിച്ചു വരുത്തിയത് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാനാകും. കാരണം സാധാരണഗതിയിൽ ഒരു നിയമവും കൃത്യമായി പാലിക്കാതെ നടത്തിയ ഒരു വലിയ സംഭവത്തിൻ്റെ ഒരു നേർചിത്രം തന്നെ ഇതിപ്പോൾ അപകടത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവിടെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സൈഡ് വാൾ ഉൾപ്പെടെയുള്ള ബൗണ്ടറി ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അർജുൻ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നിർഭാഗ്യകരമെന്നോണമാണ് ഇത്തരത്തിലൊരു സംഭവം ഏതായാലും ഉണ്ടായത്. അതിൻ്റെ രക്ഷാപ്രവർത്തനം ഏതായാലും പുരോഗമിക്കുകയും ചെയ്യുന്നു. അത് ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ചിത്രം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ ചരക്കു വാഹനങ്ങളിലെ ഡ്രൈവർമാർ ഉൾപ്പെടെ അതുവഴി ഓടിച്ചു പോകുന്ന വഴിയാണ്. സാധാരണഗതിയിൽ ഈ ഗംഗാവലി പുഴയിലെത്തി അവർ കുളിക്കുകയും പിന്നീട് അവിടെ തൊട്ടടുത്തൊരു തട്ടുകടയൊക്കെ തന്നെയുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ അവിടെ വിശ്രമിക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ ഈ അർജുൻ സഞ്ചരിച്ച ട്രക്കിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ 12:30 വരെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നിരുന്നു. പിന്നാലെ ഇടവിട്ട് മഴ പെയ്തിരുന്നു. പിന്നാലെ ഈ 12:30 മണി തൊട്ട് ഏതാണ്ട് കുറച്ച് സമയം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. വൈകിട്ടും ഇത്തരത്തിൽ ചെറിയ തോതിൽ തിരച്ചിൽ നിർത്തിവെച്ചെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ അത് ഈ ഒരു തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും മാറി നിൽക്കുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഇടവിട്ടുള്ള മഴ അവിടെ പെയ്യുന്നുണ്ടെന്നതാണ് ഈ നിമിഷവും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്തര കന്നഡ മേഖലയിൽ ഉൾപ്പെടെ ഈ റെഡ് അലർട്ട് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും മഴ പെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് അവിടെ പ്രധാനമായും കാണുകയും ചെയ്യുന്നത്. പ്രതികൂല കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി മാറുമോ എന്നതിൽ ഉൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്ന ഘട്ടം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും അർജുൻ സുരക്ഷിതനായി ട്രക്കിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അർജുനെ എത്രയും വേഗത്തിൽ കണ്ടെത്താനുള്ള ശ്രമം അവിടെ ഊർജിതമായി നടക്കുകയും ചെയ്യുകയാണ്. ഈ റഡാർ സംവിധാനം ഉപയോഗിക്കുമ്പോൾ തന്നെ അർജുൻ്റെ ട്രക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അവിടെ നിന്നൊരു 100 മീറ്റർ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായി അർജുനിലേക്ക് എത്താൻ കഴിയും, അർജുനെ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പിന്നാലെ വൈദ്യസഹായം ഉൾപ്പെടെ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ അവസ്ഥയിൽ പോലും തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. കാരണം കനത്ത മഴയാണ് ഇപ്പോഴും ഉത്തര കന്നഡ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും ഇപ്പോഴുമുണ്ട്, അതും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ റഡാർ വരെ ഉപയോഗിച്ച് എന്തായാലും അർജുന് വേണ്ടിയുള്ള ആ ഒരു തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. അർജുൻ്റെ ട്രക്ക് 100 മീറ്റർ അകലത്തിൽ ഉണ്ട്. അത് റഡാർ സംവിധാനം വെച്ച് ഇന്ന് ലൊക്കേഷൻ തീർച്ചപ്പെടുത്തിയാൽ മണ്ണ് നീക്കി ഇന്ന് ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് 5ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായൊരു ദിനത്തിലൂടെയാണ് എന്തായാലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ എന്തായാലും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിരാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് അഭിജിത് ജയൻ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.